നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി വീണ്ടും ഇഡി ഓഫീസിൽ ഹാജരായി. രണ്ടാം തവണയാണ് വീണ ടി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. SFI രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലെന്നാണ് സൂചന. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, 29-ാം തീയതി ഹാജരാകാൻ പറഞ്ഞത് ഈ ദിവസം തന്നെ ഹാജരാകുന്നത് അവർ സ്വമേധയാ നേരത്തെ വരാം എന്ന് പറഞ്ഞു വരുന്നതാണോ, അതല്ല ED നേരത്തെ വിളിച്ചു വരുത്തിയതാണെങ്കിൽ അത് കുറച്ചുകൂടി സീരിയസ് ആണ്? വിഷ്ണു, അശ്മി, അങ്ങനെ പൊതുവേ ഒരു പതിവ് ഇടിക്കില്ല. സ്വമേധയാ വരാം എന്ന് പറഞ്ഞാൽ അത് ആ ദിവസം അലോ ചെയ്യുന്ന ഒരു പതിവ് പൊതുവേ ഇടിക്കില്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് SFI രേഖകൾ ലഭ്യമായി അതിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു വരുത്തിയെന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തണമെങ്കിൽ അവിടെ നിന്ന് റെസ്പോൺസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ റെസ്പോൺസ് ലഭ്യമായിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയാണ്, 2 ആഴ്ചക്ക് മുമ്പാണ് കമ്പനികാര്യ കോടതി ഇടിക്ക് ഇത്തരം രേഖകൾ കൈമാറണമെന്ന് SFIയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ SFIO ആ രേഖകൾ കൈമാറാൻ വലിയ കാലതാമസം നേരിട്ടിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആ രേഖകൾ ഇടിക്ക് ലഭിച്ചത്. 134 രേഖകളുണ്ട്. SFIO കുറ്റപത്രത്തിന് അനുബന്ധ രേഖകളാണത്. അതിൽ വീണ ടിയും CMRും തമ്മിലുള്ള കരാറ്, എക്സാലോജിക്കും CMRും തമ്മിലുള്ള കരാറ്, വീണ ടിയുടെ IT റിട്ടേൺസും അവരുടെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഒപ്പം കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ തുടങ്ങി അങ്ങനെ 134 രേഖകളുണ്ട്. CMRിലെ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ ടിയെ വിളിച്ചു വരുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നേരത്തെ 17-ാം തീയതി വിളിച്ചു വരുത്തുകയും 9 മണിക്കൂർ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അവരോട് കാര്യമായ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് കൃത്യമായി മറുപടി നൽകിയില്ല. പ്രത്യേകിച്ച് എന്ത് ഇടപാടാണ് എക്സാലോജിക്കും CMRലും തമ്മിൽ നടത്തിയത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ രേഖകൾ ഹാജരാക്കാൻ അവർക്ക് പറ്റിയില്ല. അവർ പറഞ്ഞത് IT ഉദ്യോഗസ്ഥരുമായി നേരിട്ടായിരുന്നു ചർച്ചകൾ നടത്തിയത്, അതുകൊണ്ട് തന്നെ കാര്യമായ രേഖകളില്ല എന്നും അതോടൊപ്പം തന്നെ ഈ കമ്പനി പൂട്ടിപ്പോയി എന്നും അവശേഷിക്കുന്ന വിശദാംശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നേരത്തെ SFIO റിപ്പോർട്ടിന്റെ SFIO ചോദ്യം ചെയ്ത ഘട്ടത്തിലും സമാനമായ കാര്യങ്ങളൊക്കെയാണ് വീണ അവിടെ പറഞ്ഞത്. അത് തന്നെ ഇവിടെ ആവർത്തിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ പുതിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ EDയുടെ കയ്യിൽ കുറച്ചുകൂടി എവിഡൻസ് ഉണ്ട്. അപ്പോൾ ആ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ വീണ ടിയെ ചോദ്യം ചെയ്യാം എന്ന ഉദ്ദേശത്തിലായിരിക്കാം വിളിച്ചു വരുത്തിയെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഈ ED ഓഫീസിൽ പ്രധാനപ്പെട്ട ഈ കേസ് നോക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യൽ നീണ്ടത് 9 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇക്കുറിയും അങ്ങനെ നീളുമോ? കൂടുതൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ED നേരത്തെ വിളിപ്പിച്ചു വരുത്തിയതാണെങ്കിൽ ചോദ്യം ചെയ്യലിനപ്പുറം ചില ഫാക്ടേഴ്സ്, ചില നടപടികൾ വീണ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ വിഷ്ണു? ഹാഷ്മി, അതിലൊരു ക്ലാരിറ്റി ഇപ്പോഴും വരാനുണ്ട്. കാരണം അത്തരം നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേസ് എത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. കാരണം നിലവിൽ ആദ്യഘട്ടത്തിൽ ED ചോദ്യം ചെയ്തത് ഒരു പ്രാഥമിക വിവരശേഖരണം എന്ന ഭാഗമായാണ് ചോദ്യം ചെയ്തത്. അന്ന് EDയുടെ മുമ്പിൽ ഇത്രയും ഫാക്ട്സുകൾ ഇല്ലായിരുന്നു. പക്ഷേ നിലവിൽ ചോദ്യം ചെയ്യുന്നത് ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് SFIO രേഖകളുടെയും അതോടൊപ്പം CMRL ഉദ്യോഗസ്ഥരുടെ കഴിഞ്ഞ ഒരാഴ്ചയായി നീണ്ടുനിന്ന മൊഴിയെടുക്കലൊക്കെ നടന്നിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കൂടിയുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണയെ ചോദ്യം ചെയ്യുന്നത്. ഒരിക്കൽ കൂടി വീണയെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുകയാണെങ്കിൽ ഒരിക്കൽ കൂടി വീണ ഇത് വിട്ടയക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി വീണയെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യും. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള പതിവാണ് ED അവലംബിക്കാറുള്ളത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഫാക്ട് എന്ന് പറയുന്നത് SFIO രേഖകളാണ്. SFIO രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണയെ ആദ്യമായാണ് ED ചോദ്യം ചെയ്തത്. നേരത്തെ ഈ റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ പ്രാഥമികമായി വിവരം തേടിയിരുന്നു വീണയോട്. അതിനുശേഷം നേരത്തെ വിളിച്ചു വരുത്തി 9 മണിക്കൂർ ചോദ്യം ചെയ്തു. അപ്പോഴൊക്കെ ഈ ലഭിച്ചിട്ടുള്ള വേഗമായിട്ടുള്ള വിവരങ്ങൾ, പരാതികൾ, അതോടൊപ്പം തന്നെ റെയ്ഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലേക്കാണ്. ഇതിപ്പോൾ SFIO കുറ്റപത്രമുണ്ട് വീണയ്ക്കെതിരെ. 11-ാം പ്രതിയാണ് വീണ SFIOയുടെ കേസിൽ. ആ SFIO കേസിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വീണയും എക്സാലോജിക്കും അല്ലെങ്കിൽ വീണയും CMRലും തമ്മിൽ നടന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള സേവന ഇടപാടുകളല്ല. അത് ഇറ്റ്സ് ഫോർ സം ഫേവേഴ്സ് എന്ന വാക്കാണ് SFIO റിപ്പോർട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അതെന്താണ് ആ ഫേവർ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്ത് രേഖകളാണ് നിങ്ങളുടെ പക്കലുള്ളത്, ഈ റിപ്പോർട്ടിൽ അങ്ങനെ ഇല്ലല്ലോ എന്ന് EDക്ക് ചോദിക്കാൻ പറ്റും. ആ അനുബന്ധ രേഖകൾ EDയുടെ പക്കലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ചോദ്യം ചെയ്യലാണ്. ഏറെക്കുറെ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 9:20 കൂടിയാണ് വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ആസ്ഥാനത്തുള്ള ഓഫീസിലേക്ക് എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.